ദിവസം ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് കേട്ടോ. സങ്കീർത്തനം 121 നമ്മൾ കാണുന്നുണ്ട്, കഷ്ടതകളിൽ ഞാൻ എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ദൈവം നിനക്ക് ഉത്തരമരുളും. ഇന്ന് കടന്നു പോകുന്ന ചലഞ്ചസ് എന്ത് തന്നെയായാലും വിശ്വസിക്കുക, സ്വർഗത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം നമ്മൾക്ക് സഹായത്തിനായി നമുക്ക് അനുകൂലമായിട്ടുണ്ട്. പുറപ്പാട് 14:14 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. ഇത് തന്നെയാണ് ഈശോ മർത്തായുടെ മറിയത്തിനെ വീട്ടിൽ വന്നപ്പോൾ മാർത്ത ഭയങ്കര വ്യഗ്രചിത്തയായിരുന്നു. നമ്മളും ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ഇങ്ങനെ വ്യഗ്രചിത്തരാകുമ്പോൾ ഈശോയുടെ വചനം ഇന്ന് നമ്മളെ നോക്കി പറയുക, നിങ്ങൾ ശാന്തരായിരിക്കുക. നമ്മൾ ശാന്തരായി ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ, ഈശോനെ മുറുകെ പിടിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ വിഷയങ്ങളിലേക്ക് കടന്നു വരികയും നമുക്ക് അനുകൂലമായി ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുവാൻ ഇടയായിത്തീരും. ശാന്തമാകാം, കർത്താവ് ദൈവമാണെന്നറിയാം, അവിടുന്ന് നമ്മൾക്ക് വേണ്ടി ഇടപെടും, അവിടുന്ന് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഗോഡ് ബ്ലസ് യു. ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നമ്മൾ സാക്ഷികളായിത്തീരും. വിശ്വസിക്കുക. ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.